ഇപ്പോൾ നമ്മുടെ കേരളം ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് ദ്രുതഗതിയിൽ അതിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അതത് മണ്ഡലങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ തലങ്ങളിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഈ പുതിയ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിൽ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ നിന്നൊരു വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. സദൃശവാക്യം 29-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാന്മാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം ദുഃഖിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം, ഒരു ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ചർച്ചിൻ്റെ സിൽവർ ജൂബിലി കഴിഞ്ഞ 2025 ഡിസംബർ മാസം നടക്കാനിടയായി. ആ സമയത്ത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ കടന്നുപോയി. അന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളൊരു പൊതു യോഗം ഞങ്ങളുടെ ടൗണിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ആ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാന്യ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ഞാൻ ക്ഷണിക്കുകയുണ്ടായി. നേരിൽ കണ്ട് തന്നെ ഞാൻ ആ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. വളരെ സന്തോഷത്തോടു കൂടെ ആ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിക്കാം എന്ന് പറഞ്ഞ് ഡേറ്റ് നൽകുകയും അതുപോലെ തന്നെ നമ്മളുടെ MP ആയിരുന്ന ബഹുമാന്യനായ ആന്റണി സാർ, അദ്ദേഹത്തെയും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടെ അദ്ദേഹവും കടന്നു വരാമെന്ന് അറിയിച്ചു. അതുപോലെ മറ്റ് ചില രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ഞാൻ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും മെമ്പർമാർ ഉൾപ്പെടെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവർക്കും ഓരോ ആദരവുകൾ നൽകുകയും ചെയ്തു. അങ്ങനെ സാമൂഹികമായ ഒരു പ്രവർത്തന മേഖലയിൽ സഭയുടെ സ്വാധീനം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാനിടയായി. പക്ഷേ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ആരംഭിച്ചു. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ വലിയ അഡ്വർടൈസ്മെന്റ് പല നിലകളിൽ നടത്തി ആ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഞങ്ങൾ ആ അടുത്ത സമയങ്ങളിൽ ഏതാണ്ട് ചില മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽ ബഹുമാന്യ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ആ ഉദ്ഘാടനത്തിന് വേണ്ടി കൂടെ വിളിക്കുകയുണ്ടായി. പക്ഷേങ്കിൽ ഒരു പ്രതികരണമോ താൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ തൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പോലും ഒരു റിപ്ലൈ ചെയ്യുകയോ ചെയ്യണ്ടായില്ല. വളരെ വേദനയോടെ ഞങ്ങൾ വളരെ കാത്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ആരംഭിച്ചു. പ്രോഗ്രാം ആരംഭിച്ച് ഒരല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ഒരു വലിയ സംഭവം അവിടെ നടന്നത്. നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന MP ആന്റണി സാറ് ആ വേദിയിലേക്ക് കയറി വരികയാണ്. എന്നാൽ അത് വളരെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവമായി. അപ്പോൾ തന്നെ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യ സാറിനെ ഏൽപ്പിക്കുകയും നമ്മുടെ MP ആന്റണി സാറ് വളരെ മാന്യമായിട്ടും വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടെ ആ വലിയ പ്രോഗ്രാം, ആ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യാനിടയായി. എന്നെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു കാര്യം, എല്ലായ്പ്പോഴും നേതാക്കന്മാർക്ക് ആവശ്യമായിട്ട് വരുന്നൊരു കാര്യം, ധാർമ്മികമായ കാര്യങ്ങൾക്ക് അതിനകത്ത് വലിപ്പച്ചെറുപ്പങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനകത്ത് ഉന്നമനങ്ങളോ സ്ഥാനമാനങ്ങളോ ബഹുമതികളോ അല്ല. എപ്പോഴും ഒരു ദൈവികമായ പദ്ധതിயின் പ്രകാരം. ഇപ്പോൾ ഞാൻ ആ വായിച്ച വാക്യം അനുസരിച്ച് നീതിമാന്മാർ ഭരിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന അത് പാർട്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനപ്പുറമായി മാനുഷികമായ മൂല്യങ്ങൾക്ക്, ധാർമ്മികമായ മൂല്യങ്ങൾക്ക് വളരെ വില കൊടുക്കുന്നവർ ഈ ഭരണത്തിൽ എത്തിച്ചേരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ പറയുക മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും ഞാൻ അറിയപ്പെടുന്ന മേഖലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ സന്നദ്ധനാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗവൺമെന്റിന് വേണ്ടി,
നമ്മുടെ കേരളത്തിൽ നല്ല ഗവൺമെന്റ് വരുന്നതിന് വേണ്ടി ഞാൻ വളരെ ആഗ്രഹിക്കുന്നു, വളരെ പ്രാർത്ഥിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾ, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നീതിമാന്മാർ ഭരണം നടത്തുമ്പോൾ ജനം സന്തോഷിക്കുന്നു. നമുക്ക് ആവശ്യം അതാണ്. വളരെ മാന്യമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.